സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള നടന്നത്. മഹാത്മാഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ. മഹാത്മാഗാന്ധി ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1942. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് 1942 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. INA സ്ഥാപകൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. INA സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ. സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഗീതാഞ്ജലി. ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പുസ്തകത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. INA പൂർണ്ണരൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. INA പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ആർമി എന്നാണ്. സുഭാഷ് ചന്ദ്രബോസാണ് INA സ്ഥാപകൻ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനെയാണ് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത? ഉത്തരം എന്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിതയാണ് എന്റെ ഗുരുനാഥൻ. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ബാലഗംഗാധര തിലകനാണ്.
1857 ഒളിപ്പോർ സമ്പ്രദായത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവ് ആരാണ്? ഉത്തരം താന്തിയ തോപ്പി. 1857 ഒളിപ്പോർ സമ്പ്രദായങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവാണ് താന്തിയ തോപ്പി. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമായത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ്? ഉത്തരം വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവാണ് വിനോബ ഭാവെ. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INCയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് WC ബാനർജി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1893. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് 1893-ലാണ്. ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിന് ഏതു പേരാണ് സമ്മാനിച്ചത്? ഉത്തരം ഗുരുദേവ്. മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറിന് നൽകിയ പേരാണ് ഗുരുദേവ്. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ച വർഷം? ഉത്തരം 1943. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ചത് 1943-ലാണ്. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം? ഉത്തരം 6. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ 6 എണ്ണമാണ് ഉള്ളത്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? ഉത്തരം 1948 ജനുവരി 30. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് ഗുജറാത്തിലാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഗ്രാമം. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രാമം. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ?
ഉത്തരം ബെൻ കിങ്സ്ലി. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടനാണ് ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് കോൺവാലിസ് പ്രഭു ആണ്. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം. ഉത്തരം 1911. ബംഗാൾ വിഭജനം പിൻവലിച്ചത് 1911 മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1946. 1946 മുംബൈ നാവിക കലാപം നടന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം. ഉത്തരം 1948. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം. ഉത്തരം 1837. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ചത് 1837 സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930 പ്രാധാന്യം എന്താണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം. ഉത്തരം 1857. 1857 കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായത്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. നേതാജി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെട്ടിരുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം. ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നത്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം കെ കേളപ്പൻ. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് കെ കേളപ്പനായിരുന്നു. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം തന്റെ തൂക്കു കടികാരത്തെ. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തന്റെ തൂക്കു കടികാരത്തെയാണ്.
ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. മഹാത്മാഗാന്ധി അത് എൻ്റെ അമ്മയാണ് എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവാണ് ജോൺ റസ്കിൻ. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഹൈദരാബാദ് നൈസാം. ഹൈദരാബാദ് നൈസാം ആണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത്. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? ഉത്തരം 1924. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായത് 1924 എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പ്രശസ്തമായ ഒരു കോട്ടാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? ഉത്തരം മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം? ഉത്തരം 1858. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോംഗിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം സൂര്യ സെൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോംഗിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവാണ് സൂര്യ സെൻ. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം. ഹരിജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രപ്രവേശനം അനുവദിച്ചപ്പോൾ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായികയാണ് അരുണ ആസഫ് അലി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് റോബർട്ട് ക്ലൈവ് ആണ്. ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലാണ്. ഒടുവിലായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. ദേശീയ ഗാനത്തിന്റെ രചയിതാവ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം കൽക്കത്ത സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൽക്കത്ത സർവകലാശാല. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെയാണ്? ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഗാന്ധിജി ജനിച്ചത് എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2.
1869 ഒക്ടോബർ 2-നാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം. ഉത്തരം 1861. ടാഗോർ ജനിച്ചത് 1861-ലാണ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകന്റെ പ്രശസ്തമായ വാക്കുകളാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം? ഉത്തരം നിഗംബോധ് ഘാട്ട്. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലമാണ് നിഗംബോധ് ഘാട്ട്. ആനി ബെസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ബ്രഹ്മവിദ്യാ സംഘം. ആനി ബെസന്റ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മവിദ്യാ സംഘം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗ് ആണ് ആദ്യമായി വിളിച്ചത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ജാലിയൻ വാല ബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ജാലിയൻ വാല ബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. കാശ്മീരിലെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ഉൽപാല രാജ്ഞി. കാശ്മീരിലെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉൽപാല രാജ്ഞി. 50 വർഷക്കാലത്തോളം ഉൽപാല രാജ്ഞി കാശ്മീരിനെ ഭരിക്കുകയുണ്ടായി. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഝാൻസി റാണി. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണി ആയിരുന്നു. ബംഗാൾ വിഭജനം നടന്ന വർഷം? ഉത്തരം 1905. 1905-ലാണ് ബംഗാൾ വിഭജനം നടന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഏതു വർഷമാണ്? ഉത്തരം 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗാന്ധി ജയന്തി എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഒക്ടോബർ 2-ആണ് ഗാന്ധി ജയന്തി. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1928-ലായിരുന്നു. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം? ഉത്തരം 1498. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത് 1498-ലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി BR അംബേദ്കർ ആയിരുന്നു.
ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം? ഉത്തരം സമതാസ്ഥാൻ. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലമാണ് സമതാസ്ഥാൻ. രണ്ടാം ലോക യുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. രണ്ടാം ലോക യുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം വാർധാ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്താണ്? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക. മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ഉത്തരം ധാക്ക. മുസ്ലിം ലീഗ് രൂപവൽകൃതമായത് ധാക്കയിൽ വെച്ചാണ്. ഏത് യുദ്ധത്തിന്റെ ഫലമായാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായത്? ഉത്തരം മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ്? ഉത്തരം പഴശ്ശിരാജ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവാണ് പഴശ്ശിരാജ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം ബംഗാൾ ഗസറ്റ്. 1780 പുറത്തിറങ്ങിയ ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം മൈസൂർ. ടിപ്പു സുൽത്താൻ മൈസൂർ ദേശത്തെ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? ഉത്തരം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു? ഉത്തരം വിനോബ ഭാവെ. ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി വിനോബ ഭാവെ ആണ്. CR ദാസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ദേശബന്ധു. ദേശബന്ധു എന്ന് അറിയപ്പെടുന്നത് CR ദാസിനെയാണ്. ഗാന്ധി ഇർവിൻ സന്ധി ഏതു വർഷമാണ് നടന്നത്? ഉത്തരം 1931. ഗാന്ധി ഇർവിൻ സന്ധി 1931 നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്.
സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം? ഉത്തരം ശാന്തിവനം. നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ? ഉത്തരം ദാദാഭായ് നവറോജി. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് മംഗൾ പാണ്ഡെ ആയിരുന്നു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. ദണ്ഡി യാത്ര തുടങ്ങും മുൻപ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം.